ഒരിക്കൽ എടവപ്പള്ളി ധ്യാനം നടത്തുകയായിരുന്നു. അവിടെ ധ്യാനം നടത്തുമ്പോൾ വെറും 19 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ആ ഇടവകയിലെ മദ്യവർജന കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പം ഞാൻ ഓർത്തു, ഇവന് വെറും 19 വയസ്സല്ലേ പ്രായമുള്ളൂ, ഇവനെന്തിനാ മദ്യവർജന കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത് എന്ന ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായി. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കാര്യമെല്ലാം പിടുത്തം കിട്ടിയത്. ഇവന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവൻ്റെ അപ്പൻ ലിവർ സിറോസിസ് വന്ന് മരിച്ചു. അപ്പം നല്ല മദ്യപാനിയായിരുന്നു. ആദ്യമൊന്നും അത്ര വലിയ മദ്യപാനിയൊന്നും ആയിരുന്നില്ല. പക്ഷേ മദ്യ കൂട്ടുകെട്ടും അതിൻ്റെ കൂടുതലങ്ങളുണ്ടായി. ഹല്ലേലൂയ. ആ കൂട്ടുകെട്ടങ്ങ് കൂടിക്കഴിഞ്ഞപ്പം ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാളുടെ വീടും സ്ഥലവും ഇയാൾ വിറ്റു. അവിടെ വേറെ സ്ഥലത്ത് വീട് വാങ്ങിക്കാനാണെന്ന് ഭാര്യയോട് ഒക്കെ പറഞ്ഞു. അങ്ങനെ വിറ്റ് കിട്ടിയ പണം ബാങ്കിൽ കൊണ്ടുവന്നിട്ടു. പുതിയ വീടോ സ്ഥലമോ വാങ്ങിച്ചില്ല, ഒരു വാടക വീട്ടിൽ താമസമാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാർ വന്നങ്ങ് കൂടി. എല്ലാ ദിവസവും കുടിയും വലിയും ഒക്കെയായി. ആര് പറഞ്ഞാലും പിന്നെ നിൽക്കുകയില്ല. ആ പൈസ മുഴുവനും തീർത്ത് വേറെ ചിലർക്ക് കടമൊക്കെ കൊടുത്തു. ആർക്കാ കൊടുത്ത് ഒരു പിടുത്തവുമില്ല. എല്ലാം തീർന്നു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് ക്യാൻസർ, ലിവർ സിറോസിസ് വന്നത്. അപ്പം മൂത്ത മകന് 12 വയസ്സ് പ്രായമുണ്ട്. വാടക വീട്, ചികിത്സിക്കാൻ പോലും പണമില്ല. പിന്നെ ഈ ദയനീയ അവസ്ഥയിൽ ഇടവകയിലെ വിൻസെൻ്റ് പോൾ സഖ്യക്കാർ എന്തൊക്കെയോ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഏതായാലും മൂത്ത മകന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പം മരിച്ചു. സ്വന്തമായ വീടുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ഈ കുടുംബം വളർന്നു വന്നത്. അപ്പം മദ്യത്തിൻ്റെ കെടുതി ശരിക്കും അനുഭവിച്ച ഒരു കുടുംബം എന്ന നിലയിലാണ് ഈ മൂത്ത മകനെ മദ്യവർജന കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത്. ഹല്ലേലൂയ. ഏതായാലും ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാനവിടുന്ന് പോന്നു. ഒരു 8-9 വർഷം കഴിഞ്ഞു. അപ്പോൾ അവന് ഒരു പക്ഷേ 28-29 വയസ്സ് കാണും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ ഈ മദ്യവർജന കമ്മിറ്റിയുടെ ചെയർമാൻ കണ്ടവാനം കുടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ആദ്യം എനിക്ക് സംശയം തോന്നി, ഇവൻ തന്നെയാണോ? പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ തന്നെയാണ് എന്നെനിക്ക് മനസ്സിലായി. അതെന്നെ അതിശയിപ്പിച്ചു. ഇത്രമാത്രം മദ്യത്തിൻ്റെ കെടുതി വ്യക്തമായി അനുഭവിച്ചറിഞ്ഞൊരു കുടുംബം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവൻ പോയി കുടിച്ചത്? അവൻ്റെ അമ്മയുടെ കണ്ണീര് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇവൻ പോയി കുടിക്കാനിടയായി? അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഇവന് ഇവൻ്റെ അപ്പനോട് വെറുപ്പുണ്ട്. അപ്പനായിട്ടെല്ലാം നശിപ്പിച്ചു എന്ന വെറുപ്പ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ അമ്മയും ആ വെറുപ്പ് കുടുംബത്തിൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയും. അപ്പനായിട്ടെല്ലാം നശിപ്പിച്ചു, നമ്മളെങ്ങനെ കഴിയേണ്ടതായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ അപ്പനോട് വെറുപ്പുണ്ട്. വെറുപ്പ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ആരോടാണോ വെറുപ്പുള്ളത് ആ വ്യക്തിയിലുള്ള ചില തിന്മകൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പം അപ്പനിലുണ്ടായിരുന്ന തിന്മ എന്താ? മദ്യപാനം. ആ തിന്മ മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് കാര്യം. അപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അപ്പനോട് പരിപൂർണമായി ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായി ഈ മദ്യപാനം വിട്ടുപോയത്. ഹല്ലേലൂയ.